കൊച്ചി കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ ഭിന്നത തുടരുകയാണ്. ദീപ്തിയെ തഴഞ്ഞതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത തൃപ്തിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള മുന്നൊരുക്കങ്ങൾക്കിടെ പാർട്ടിയിൽ ഭിന്നതയുണ്ടാകുന്നതിൽ നേതൃത്വത്തിനും ആശങ്കയുണ്ട്. തൃശൂരിലെ തർക്കങ്ങൾക്കൊടുവിൽ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി മുൻ DGP R ശ്രീരേഖയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. SS ശരണും ജേസൺ ചാമളപ്പിലും ഹരി മോഹൻ വിവരങ്ങളുമായി ആദ്യം ശരണിലേക്കാണ്. ശരൺ, ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണങ്ങൾ അത് തുടർന്നിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നേതാക്കൾക്കിടയിൽ ഭിന്നത തുടരുകയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാതിരിക്കാനുള്ള എന്തിടപെടലാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവുക? ശരൺ, സ്മൃതി, എറണാകുളത്തെ കോൺഗ്രസിൽ രണ്ട് ചേരിയായി തിരിഞ്ഞുള്ള വലിയ വാക്പോരും പരസ്പരമുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ദീപ്തി മേരി വർഗീസ് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ ദിവസം, അതായത് മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞോടുകൂടി വലിയ പരാതിയുമായി രംഗത്തെത്തുന്നു. അതിന് ഒരു വിഭാഗത്തിന്റെ വലിയ പിന്തുണ ലഭിക്കുന്നു. അതിൽ തന്നെ ദീപ്തി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാര്യം ഇവിടെ KPCC മാനദണ്ഡങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം അത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നതാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഈ കൗൺസിലർമാരുടെ പിന്തുണ സംബന്ധിച്ചുള്ള കണക്കുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയെന്നുള്ളതാണ്. പക്ഷേ ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്: അങ്ങനെ ഒരു കണക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ അത് പ്രകാരം ആദ്യം ടേം വ്യവസ്ഥയിൽ എത്തേണ്ടത് ആരാണെന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും, അതായത് രണ്ടുപേർക്കും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാഭാവികമായിട്ട് രണ്ട് പേർക്കും ഒരേ വോട്ട് കിട്ടിയാൽ മാത്രമേ അത് ടേം വ്യവസ്ഥയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള കാര്യവും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഇന്നലെ തന്നെ നമുക്കറിയാം, അജയ് തറയിൽ അടക്കമുള്ള നേതാക്കൾ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മേയർ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തലേ ദിവസം കാളരാത്രിയാണെന്നുള്ള ഒരു പരാതി അദ്ദേഹം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളായിരുന്നു ആരോപണം. അതിൽ തന്നെ KPCCക്കും AICCക്കും മുന്നിലും ഇത് സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അതിൽ ഇപ്പോഴും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പരാതിയിൽ നേതൃത്വം എന്ത് സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഇവിടെ മാറുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം പ്രതിപക്ഷ നേതാവിന്റെ മൗനമാണ്. അതായത് ഈ കൊച്ചി കോർപ്പറേഷൻ പ്രചാരണത്തിൽ, കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. VD സതീശൻ ഇതിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തിൽ പ്രതികരണം വേണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. VD സതീശനുമായിട്ട് ഇന്നലെയും ബന്ധപ്പെട്ടപ്പോഴും, അതായത് VD സതീശനുമായി അടുത്തുള്ള ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും പറയുന്നത് അദ്ദേഹം 2 ദിവസത്തേക്ക് പ്രതികരിക്കുന്നില്ല, പിന്നീട് അറിയിക്കുമെന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴും കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ ദീപ്തി മേരി വർഗീസിനെ ഈ കൊച്ചി ആസൂത്രണ സമിതി അധ്യക്ഷ സ്ഥാനം നൽകിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലെങ്കിൽ അനുനയിപ്പിക്കാനുള്ള നീക്കമൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ദീപ്തി മേരി വർഗീസ് അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ വലിയ വിമർശനം തുടരുകയാണ്.